എല്ലാവർക്കും നമസ്കാരം, സ്വാഗതം. നമ്മളിന്ന് നാരായണീയത്തിലെ 3-ാം ദശകത്തിലേക്കാണ് കടക്കുന്നത്. അതിലെ ആദ്യത്തെ 5 ശ്ലോകങ്ങൾ. ഇത് വെറുമൊരു പ്രാർത്ഥനയല്ല, മറിച്ച് കഠിനമായ രോഗദുരിതങ്ങളുടെ നടുവിൽ നിന്നുകൊണ്ട് ഭക്തിയുടെ വഴി തേടുന്ന ഒരാളുടെ ഹൃദയത്തിൽ നിന്നുള്ള ഒരു വിളിയാണ്. നമുക്ക് ഒരുമിച്ച് ഈ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും തോന്നുന്ന ഒരു ചോദ്യമാണിത്, അല്ലേ? വേദനകളും വിഷമങ്ങളും ഒന്നിനു പുറകെ ഒന്നായി വരുമ്പോൾ ഇതിൽ നിന്നൊക്കെ ഒരു മോചനമുണ്ടോ എന്ന് നമ്മൾ ചിന്തിച്ചു പോകാറുണ്ട്. നാരായണീയ 3-ാം ദശകം തുടങ്ങുന്നത് തന്നെ ഈ ചോദ്യത്തിനുള്ള ഒരു ഉത്തരം തേടിക്കൊണ്ടാണ്. അപ്പോ എന്താണ് യഥാർത്ഥ ഭക്തരുടെ അവസ്ഥ? കവി അത് എങ്ങനെയാണ് നമ്മുടെ മുന്നിൽ വരച്ചു കാട്ടുന്നത് എന്ന് നമുക്ക് നോക്കാം. ലൗകികമായ ഒന്നിലും ആശ്രയിക്കാതെ എപ്പോഴും ആനന്ദത്തിൽ ജീവിക്കുന്ന ആ ഭക്തരുടെ ചിത്രം കാണുമ്പോൾ കവി ആഗ്രഹിക്കുന്നതും ആ ഒരു ജീവിതമാണ്. ദശകം 3, ശ്ലോകം 1. ഒന്നാലോചിച്ചു നോക്കൂ, ഭഗവാന്റെ നാമങ്ങൾ ജപിക്കുമ്പോൾ തന്നെ ഒരു തരം ആനന്ദക്കടലിൽ മുങ്ങിപ്പോകാം. അവിടുത്തെ മനോഹരമായ രൂപം ഓർക്കുമ്പോൾ തന്നെ എല്ലാം മറക്കുക. അവിടുത്തെ ഗുണഗണങ്ങളെപ്പറ്റി സംസാരിച്ച് സമയം പോകുന്നത് അറിയാതിരിക്കുക. അങ്ങനെയുള്ളവരെപ്പറ്റിയാണ് ഇവിടെ പറയുന്നത്. കവി പറയുകയാണ്, അവരാണ് ശരിക്കും ഭാഗ്യവാന്മാർ. കാരണം അവർക്ക് പിന്നെ ജീവിതത്തിൽ വേറൊന്നും നേടാനായിട്ടില്ല, എല്ലാം കിട്ടിക്കഴിഞ്ഞു. അതായത് യഥാർത്ഥ ജീവിത വിജയം എന്നു പറയുന്നത് പുറത്തുനിന്ന് കിട്ടുന്ന ഒന്നല്ല, അത് ഉള്ളിന്റെ ഉള്ളിൽ ഭക്തിയിലൂടെ വളർന്നു വരുന്ന ഒന്നാണ്. അതാണ് ആദ്യത്തെ ശ്ലോകം നമ്മളോട് പറഞ്ഞു തരുന്ന വലിയ പാഠം. ആദ്യത്തെ ശ്ലോകത്തില് ആ ഒരു മനോഹരമായ ചിത്രം കാണിച്ചു തന്ന ശേഷം കവി പെട്ടെന്ന് തന്റെ സ്വന്തം അവസ്ഥയിലേക്ക് വരികയാണ്. ആ ഒരു വേദനയും ആ ഒരു യാചനയും നമുക്ക് അടുത്ത ശ്ലോകത്തില് വളരെ വ്യക്തമായി കാണാൻ പറ്റും. ദശകം 3, ശ്ലോകം 2. ഇവിടെ കവിയുടെ സങ്കടം കേൾക്കൂ. അല്ലയോ ഭഗവാനേ, എന്റെ ശരീരം മുഴുവൻ രോഗം കൊണ്ട് വേദനിക്കുകയാണ്. പക്ഷേ അതിനേക്കാൾ വലിയ കഷ്ടമെന്താണെന്നറിയുമോ? അങ്ങയെ സേവിക്കുന്നതിലുള്ള ആ ഒരു സന്തോഷത്തിൽ മുഴുകാൻ എന്റെ മനസ്സ് സമ്മതിക്കുന്നില്ലല്ലോ. ഇതൊരു വലിയ സങ്കടമാണല്ലേ? അതുകൊണ്ട് അദ്ദേഹം യാചിക്കുകയാണ്, എന്റെ മനസ്സിൽ അല്പം ദയ കാണിച്ച് ഭക്തി നിറച്ചു തരണേന്ന്. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കവി രോഗം മാറ്റാനല്ല ആദ്യം പ്രാർത്ഥിക്കുന്നത്, ഭക്തി അനുഭവിക്കാനുള്ള കൃപ കിട്ടാനാണ്. കാരണം അദ്ദേഹത്തിന് നന്നായി അറിയാം, ആ ഭക്തിയുണ്ടെങ്കിൽ പിന്നെ ബാക്കിയെല്ലാം താനേ ശരിയായിക്കൊള്ളുമെന്ന്. അതാണ് പ്രാർത്ഥനയുടെ ആഴം. തന്റെ നിസ്സഹായാവസ്ഥ പറഞ്ഞു കഴിഞ്ഞപ്പോൾ കവി തന്റെ ഒരേയൊരു പ്രതീക്ഷയെ എവിടെയാണെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, ഭഗവാന്റെ കൃപയുടെ അപാരമായ ശക്തിയാണ്. നമ്മുടെ പ്രശ്നങ്ങൾ എത്ര വലുതാണെങ്കിലും ആ കൃപയുണ്ടെങ്കിൽ അതെല്ലാം ഒന്നുമല്ലാതായിത്തീരും. ദശകം 3, ശ്ലോകം 3. ഇതൊരു ഗംഭീര ചോദ്യമാണ്, അല്ലേ? കവി ഭഗവാനോട് നേരിട്ട് ചോദിക്കുകയാണ്, അങ്ങയുടെ കൃപ മാത്രം മതി, അതുണ്ടെങ്കിൽ ഈ ലോകത്ത് മനുഷ്യന് നേടാൻ പറ്റാത്തതായിട്ട് എന്താണുള്ളത്? ഒന്നുമില്ല. അങ്ങനെയുള്ള അങ്ങേക്ക് എന്റെ ഈ രോഗങ്ങളുടെ കൂട്ടം മാറ്റുകയെന്നത് എത്ര നിസ്സാരമായൊരു കാര്യമാണ്. അതെ, ഇത് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു വലിയ സത്യമാണ്. ഭഗവാന്റെ കൃപയുടെ ശക്തിക്കു മുന്നിൽ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ വളരെ ചെറുതാണ്. ലോകത്തിൽ എത്രയോ ഭക്തർ ദുഃഖമെല്ലാം മാറി ഒരു കെട്ടുപാടുമില്ലാതെ പരമമായ സന്തോഷത്തിൽ ജീവിക്കുന്നില്ലേ? അതാണ് കവി നമുക്ക് ചൂണ്ടിക്കാണിച്ചു തരുന്നത്. ശരി, ഭക്തിക്ക് ഇത്രയും ശക്തിയുണ്ടെന്ന് പറയുന്നു. അതിലെന്താണ് ഉറപ്പ്? കവി നമുക്ക് 2 തെളിവുകൾ നിരത്തുകയാണ്. ആദ്യത്തേത് മഹർഷിമാരുടെ ജീവിതം തന്നെ, പിന്നെ അതിലും വലിയൊരു പ്രമാണം. ദശകം 3, ശ്ലോകം 4. ഇവിടെ പറയുന്നത് നാരദരെ പോലെയുള്ള വലിയ ഋഷിമാരെക്കുറിച്ചാണ്. അവർക്ക് ദുഃഖങ്ങളോ രോഗങ്ങളോ ഇല്ല. എന്താ കാരണം? അവരെപ്പോഴും ഭഗവാന്റെ പാദങ്ങളെപ്പറ്റി മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. ആ ഒരു സച്ചിദാനന്ദത്തിൽ ലയിച്ച് പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ അവർ ഈ ലോകത്ത് സഞ്ചരിക്കുന്നു. ഇതിനപ്പുറം ഒരു ജീവിത സാഫല്യം വേറെ ഉണ്ടോ? അതെ, മഹർഷിമാരുടെ ജീവിതം തന്നെ വലിയൊരു തെളിവാണ്. എന്നാൽ കവി അവിടെ നിർത്തുന്നില്ല. ഇതിലും വലിയൊരു ഉറപ്പു വരാനിരിക്കുന്നതേയുള്ളൂ. തന്റെ വിശ്വാസത്തിന്റെ അടിസ്ഥാനശില എന്താണെന്ന് അദ്ദേഹം അടുത്ത ശ്ലോകത്തിൽ അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയാണ്. ദശകം 3, ശ്ലോകം 5. കവിയുടെ ആ ഒരു ഉറച്ച വിശ്വാസം കണ്ടോ? അദ്ദേഹം പറയാണ്, അങ്ങയോടുള്ള എന്റെ ഭക്തി വർദ്ധിച്ചുകൊണ്ടേയിരിക്കട്ടെ. അത് എന്റെ എല്ലാ ദുരിതങ്ങളെയും ഇല്ലാതാക്കും. എന്റെ മനസ്സിൽ ഇതിനെക്കുറിച്ച് ഒരു തരി പോലും സംശയമില്ല എന്ന്. എന്നിട്ട് അതിനൊരു കാരണവും പറയുന്നുണ്ട്. അഥവാ ഇത് സത്യമല്ലെങ്കിൽ പിന്നെ വ്യാസമഹർഷി പറഞ്ഞതും വേദങ്ങൾ പറയുന്നതും
എന്തിന് ഭഗവാൻ തന്നെ പറഞ്ഞ വാക്കുകളുമെല്ലാം വെറും പാഴ്വാക്കുകളായി പോവില്ലേ? ഇതിലും വലിയൊരു ഉറപ്പ് വേറെയില്ല. അടുത്ത ശ്ലോകത്തിലെ ഈ ഒരു വരിയിലെല്ലാമുണ്ട്. ഭക്തി എന്ന് പറയുന്നത് കഷ്ടപ്പെട്ട് കഴിക്കുന്ന ഒരു കയ്പുള്ള മരുന്നല്ല, അത് തുടങ്ങുമ്പോൾ തന്നെ മധുരമുള്ള ഒരു അനുഭവമാണ്. ആ മധുരം നമ്മളെ അവസാനം പരമമായ ആനന്ദത്തിലേക്ക് എത്തിക്കുകയും ചെയ്യും. നാരായണീയത്തിലെ ഈ മനോഹരമായ ആശയങ്ങൾ പോലെ നമ്മുടെ സനാതനധർമ്മത്തിൽ ഇനിയും ഒരുപാട് അറിവിന്റെ അമൂല്യനിധികളുണ്ട്. ആ ഒരു യാത്രയിൽ നിങ്ങൾക്ക് കൂട്ടായി ജ്ഞാനകോശിലേക്ക് എല്ലാവരെയും ഞാൻ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ഈ വിവരണം ശ്രദ്ധിച്ചതിന് ഒരുപാട് നന്ദി. ജ്ഞാനകോശ് ഒരു ബഹുഭാഷാ ചാനലാണ്. ഞങ്ങൾ ഇംഗ്ലീഷിലും ഹിന്ദിയിലും മറാഠിയിലും തമിഴിലും ഗുജറാത്തി, മലയാളം, ബംഗാളി അങ്ങനെ ഒരുപാട് ഭാഷകളിൽ ഈ ആത്മീയ ജ്ഞാനം പങ്കുവയ്ക്കുന്നുണ്ട്. മറ്റു പ്രധാന ഭാഷകളും ഉടൻ തന്നെ വരുന്നുണ്ട്. ഞങ്ങളുടെ ലക്ഷ്യം ഒന്നേയുള്ളൂ: സനാതനധർമ്മത്തിലെ ഈ അമൂല്യമായ അറിവുകൾ വളരെ ലളിതമായി, വ്യക്തമായി, എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ നിങ്ങളിലേക്ക് എത്തിക്കുക. ഞങ്ങളുടെ ചാനലിൽ ശ്രീമദ് ഭാഗവതം, ഭഗവത്ഗീത, മഹാഭാരതം, ലളിതാ സഹസ്രനാമം, ദൈവത്തിൻ കുരൽ, മഹാരാഷ്ട്രയിലെയും ബംഗാളിലെയും മഹത്തുക്കളുടെ കഥകൾ, പിന്നെ ആദിശങ്കരന്റെ ജീവിതകഥ എന്നിങ്ങനെ ഒരുപാട് വിഷയങ്ങളിൽ ദിവസവും പുതിയ വിശദീകരണങ്ങൾ നിങ്ങൾക്ക് കാണാം. അപ്പോ ഞങ്ങളുടെ ഈ ചെറിയ ശ്രമം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ദയവായി ജ്ഞാനകോശ് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ദിവസേനയുള്ള അറിവുകൾ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കും. ഈ ദിവ്യമായ അറിവ് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് ഒരുമിച്ച് സനാതനധർമ്മത്തിന്റെ ഈ വെളിച്ചം കൂടുതൽ ശോഭയോടെ നിലനിർത്താം.